സത്യം മാത്രം പറയുന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കരമായിട്ടുള്ള പ്രശ്നം തന്നെയാണ്. കാരണം ഇന്ന് എല്ലാവർക്കും നുണ പറയുന്നത് കേൾക്കാൻ തന്നെയാണ് ഇഷ്ടം. പക്ഷെ ഞാൻ സത്യം മാത്രമേ പറയത്തുള്ളൂ. ഞാൻ പറയാൻ പോകുന്ന സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജാഫർ ഖാന്റെ മകളായ നമ്മുടെ ജാസ്മിൻ ജാഫർ, നമുക്ക് എല്ലാവർക്കും അറിയാം, ബിഗ് ബോസ് എന്നേ എല്ലാവർക്കും അറിയുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഗബ്രിച്ചായനെ അറിയുന്നതാണ്. ഗബ്രിച്ചായനും ജാസ്മിത്താക്കും വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നത്, ഇവിടെ ഞാൻ ഗബ്രി എന്ന് പറയുന്നവന് ഒരിക്കലും കുറ്റം പറയത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മുതൽ തന്നെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവന് കൃത്യമായിട്ടറിയാം ഈ സ്ത്രീയുടെ ജീവിതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിച്ചോറാകാൻ പോവുക തന്നെയാണെന്ന് അവന് കൃത്യമായിട്ടറിയാം. അവനിപ്പോ 2-3 ദിവസം മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ജാസ്മിൻ അവനെ എനിക്കറിയില്ല എന്ന് ഷൈം ടോം ചാക്കോനോട് പറയുന്ന ഒരു രംഗമുണ്ട്. അത് തന്നെയാണ് ഈ ജാസ്മിൻ എന്ന് പറയുന്ന ആ സ്ത്രീക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ശിക്ഷ എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. കാരണം അവന്റെ കൂടെ വ്ളോഗെടുത്ത് നടക്കുകയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇതായിട്ട് ഞങ്ങൾ ഇന്ന് ഇവിടെയാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുകയും ചെയ്യുമ്പോഴേ ആ ജാഫർക്കെങ്ങും പറയാമായിരുന്നു, മോളെ ഇത് ശരിയല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിയല്ല, പൈസക്കപ്പുറം അതുപോലെ തന്നെ ഫെയിമിനപ്പുറം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു ജീവിതമുണ്ട്, ആ ജീവിതമാണ് ഏറ്റവും വലുത് എന്ന് ജാഫർക്കൊക്കെ വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാമായിരുന്നു. പണ്ടൊരിക്കൽ ജാസ്മിൻ ജാഫർ ഒരു ഇന്റർവ്യൂവിൽ ഒന്ന് പറയുന്ന ഒരു രംഗമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് സ്പ്രേ അടിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല, അതുവരെ ഞങ്ങൾക്ക് അറാമാണ് എന്നുള്ള തരത്തിൽ ഭയങ്കരമായിട്ട് ദീനീബോധത്തോടു കൂടി സംസാരിക്കുന്ന ഒരു ജാസ്മിൻ ഉണ്ടായിരുന്നു. ആ ജാസ്മിനെ പിന്നീട് നഷ്ടപ്പെടുകയാണ് ചെയ്തത്. എവിടെയാണ് നഷ്ടപ്പെട്ടത്, എങ്ങനെയാണ് എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറയുകയാണ്, 1 പൈസ തന്നെയാണ്, 2 ഫെയിമാണ്. ഇതൊക്കെ വന്നപ്പോൾ ശരിക്കും പടച്ചോനെ മറന്നു. ആ പടച്ചോൻ തന്നെയാണ് ഗബ്രിയെ ഇങ്ങനെ ചിന്തിപ്പിച്ചതും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ പടച്ചോനെ മറന്നു. ആ ഒരു ശിക്ഷ തന്നെയാണ് ഇന്ന് ശരിക്കും ജാസ്മിൻ അനുഭവിക്കുന്നത്. ഇന്നിപ്പോഴും ഞാൻ ഗബ്രീന്റെ ഒരു വീഡിയോ കണ്ടിട്ട് വരികയാണ്. അയാൾ ഒറ്റയ്ക്ക് യൂറോപ്പൊക്കെ സന്ദർശിക്കാൻ പോവുകയാണ്. നേരെ മറിച്ച് ജാസ്മിന പോകുന്നുണ്ടെങ്കിൽ ആ നിമിഷം തന്നെ ഗബ്രി എന്ന് പറയുന്നവൻ പുറകെ തന്നെ ഉണ്ടാകുമായിരുന്നു. ഇപ്പൊ എന്താണ് പറ്റിയത്? അതായത് ഇപ്പൊ ഗബ്രിച്ചായന്റെ കുടുംബം പറഞ്ഞിട്ടുണ്ടാവും, ഇവിടെ വെച്ച് നിർത്തിക്കൊള്ളണം. അതായത് ബിഗ് ബോസും ഇതൊക്കെ കഴിഞ്ഞു, ഇനി ഇങ്ങനെയുള്ള തോന്നിവാസം വേണ്ടെന്ന് ഗബ്രിച്ചായന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗബ്രിച്ചായൻ അവിടെ നിന്ന് മുള്ളിയിട്ട് അവിടെ നിന്നിട്ട് ഈ പറയൂ, എന്റെ പൊന്നച്ചോ ഇനി ഞാൻ പോകത്തില്ല, ആ പെൺകുട്ടിയെ ഞാൻ തള്ളി പറഞ്ഞു എന്ന് പറയും. അത് ഉറപ്പാണ്. ഇതെന്ന് പറഞ്ഞ് ഇന്നലെ ഇന്നൊന്നും തുടങ്ങിയൊന്നും അല്ല, കുറെ നാളായിട്ട് ഇത് തന്നെയാണ്. അല്ലാതെ ഇപ്പോഴും വന്നിട്ട് ഇനിയിപ്പോ ജാസ്മിൻ ജാഫറിനെ അറിയില്ല എന്ന് പറഞ്ഞു ഗബ്രിച്ചായ. ഗബ്രി എന്ന് പറയുന്നവൻ അതാണ് ഗബ്രി. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഗബ്രി അങ്ങനെ വന്നിട്ട് അങ്ങനെ എന്താ പറയേണ്ടത്, ബിഗ് ബോസ് അങ്ങ് കണ്ടപാട് എന്നാ ശരി ബാപ്പോക്കാം, നമുക്ക് കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാം. ഒരു മണ്ണാങ്കട്ടിയും നടക്കത്തില്ല, ഒരു തേങ്ങാക്കോലിയും നടക്കത്തില്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്താണെന്നറിയില്ല, നമ്മുടെ ജാഫർക്കൊക്കെ മനസ്സിലായിട്ടില്ലെന്ന് എനിക്കറിയില്ല. ഉള്ള കാര്യം എന്താ പറയുന്നതിന്, ഞാൻ ജാഫർ ഖാന്റെ പേര് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹവും ഇതിൻ്റെ അകത്തൊരു കഥാപാത്രമായിരുന്നു. നമ്മളൊക്കെ കണ്ടതാണ്. അതായത് ആ ബിഗ് ബോസിൽ പോയപ്പോഴും അതുപോലെ തന്നെ ആ പാവക്കുട്ടീൻ്റെ കേസിലും പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവനെ നേരിടും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വോയിസ് ക്ലിപ്പുകളും പിന്നെ അവനെ എൻ്റെ കൺമുന്നിൽ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഒരു പിതാവ് പറയുന്ന ഒരു വേദന നിറഞ്ഞ വാക്കുകൾ ഇതൊക്കെ കേട്ടപ്പോഴും ഞാൻ വിചാരിച്ചതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം തൻ്റെ മകളെ തിരുത്തിയിട്ട് മോളെ അത് ആ പ്രകാരം പോകേണ്ട എന്ന് പറയുമെന്ന്. നമ്മൾ എത്രത്തോളം പണമില്ലാത്തവനായാലും അല്ലെങ്കിൽ ഇനിയിപ്പോ മക്കൾ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെ കുടുംബത്തെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടാകും എന്ന് വിചാരിച്ചിട്ട് മക്കളുടെ എല്ലാ തോന്നിയവാസങ്ങൾക്കും നമ്മൾ കൂട്ടേക്കാൻ പാടില്ല. അതായത് മക്കൾ തന്നെ ആയിരിക്കാം, വലിയ വീടെടുത്തത് മക്കളായിരിക്കാം, വലിയ കാറ് വാങ്ങിച്ചത് മക്കളായിരിക്കാം, ഉപ്പാന്റെ കടങ്ങൾ വീട്ടിയത് മക്കളായിരിക്കാം എന്ന് വിചാരിച്ച് മക്കൾ കാണിക്കുന്ന തോന്നിയവാസത്തിനെല്ലാം എന്നാ പിന്നെ മോളെ നീ പോയിക്കോ, ഞാൻ ഇവിടുന്ന് ഇങ്ങനെ നോക്കി എന്നോളാം ഇന്ന് പറയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജാസ്മിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ഗബ്രിയുടെ കാര്യത്തിലോ മാത്രമല്ല, ആരുടെ കാര്യത്തിലായാലും ഇപ്പൊ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ ഓരോരോ ആൾക്കാരുടെ കാര്യത്തിലായാലും എനിക്കിത് മാത്രമേ പറയാനുള്ളൂ. അതായത് നിങ്ങളുടെ കുടുംബത്തെ ഒരിക്കലും മക്കളെ കൊണ്ട് നിയന്ത്രിപ്പിക്കരുത്. അവര് പൈസ ഉണ്ടാക്കിക്കോട്ടെ, അവര് വ്ളോഗ് ചെയ്തോട്ടെ, അല്ലെങ്കിൽ അവര് വേറെ പരസ്യം ചെയ്തോട്ടെ, ഇതൊക്കെ ചെയ്തോട്ടെ. പക്ഷേ ഫാമിലി ലൈഫ് മൊത്തത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് തന്നെ എല്ലാം തീരുമാനിച്ച് അവരിഷ്ടത്തിന് പോയിക്കോട്ടെ. അങ്ങനെ ഒരിക്കലും നമ്മൾ അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല. ആ അംഗീകാരമാണ് അവിടെ തെറ്റായിട്ട് വരുന്നത്. അന്ന് തന്നെ പറയാമായിരുന്നു, മോളെ ഗബ്രി എന്ന് പറയുന്നവന്റെ കൂടെ മോള് വേണമെങ്കിൽ പോയിക്കോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഗബ്രി എന്ന് പറയുന്നവൻ കല്യാണം കഴിക്കോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. അത് കൃത്യമായിട്ട് ചോദിക്ക്.
അങ്ങനെ ചോദിച്ചിട്ട് അത് കൃത്യമായിട്ട് ഉറപ്പിച്ചിട്ട് പോയാൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷനല്ലേ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആൾക്കാർ ഇങ്ങനെ ഒരു മണ്ണാങ്കട്ടിയല്ലടോ കുടുംബ ജീവിതത്തിന്റെ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടി എങ്ങനെയാണ്, അവരുടെ ആവശ്യം ഇതാ തന്നെയാണ് ഏറ്റവും വലുത്. അല്ലാതെ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. ഇത് ഗബ്രി എന്ന് പറയുന്നവൻ കൃത്യമായിട്ട് ബിഗ് ബോസിൽ ഇടപെട്ട് ആ ഒരു കല്യാണം നിശ്ചയിച്ചതാണെന്ന് അറിഞ്ഞിട്ട് അത് പൊട്ടിക്കളയാനുള്ള ഒരു ത്വരിത വരെ ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ്. ഏതായാലും ഇതിലിപ്പോഴും ജാസ്മിന് തന്നെയാണ് നഷ്ടം. ഗബ്രി ചായന് ഒരു നഷ്ടവും വരില്ല. ഗബ്രി ചായന് ഒരിക്കലും നഷ്ടം വരാൻ പോകുന്നില്ല. പക്ഷെ ജാസ്മിന് നഷ്ടം തന്നെയാണ്. എവിടുന്നെങ്കിലും, അതായത് ഇനി എവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് ഒരുപാട് ചോദ്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും. അതായത് ഇവിടെ മോളെ ഗബ്രി എന്താണ് ചെയ്യുന്നത്, ഇപ്പോഴും ഗബ്രിയുമായിട്ട് ലോക്യമില്ലേ, ഗബ്രിയുമായിട്ട് നിങ്ങൾ തെറ്റിയോ എന്നുള്ള ഒരുപാട് ചോദ്യങ്ങള് എല്ലാ സമയത്തും, അതായത് ഇനി വർഷങ്ങളോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജാസ്മിൻ അനുഭവിക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇനിയിപ്പോഴും വേറെ ഒരു കല്യാണമൊക്കെ കഴിച്ചു പോയി കഴിഞ്ഞാലും ആൾക്കാർ ചോദിക്കുന്നത് ഗബ്രിക്ക് സുഖല്ലേ, ആൾക്കാർ ചോദിക്കും ഗബ്രി എവിടെ മോളെ, ഇതാണ് ചോദിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളുടെ മനസ്സിൽ അത്രത്തോളം ഇവര് ബ്ലോഗ് ചെയ്തിട്ടും അതുപോലെ തന്നെ റീല് ചെയ്തിട്ടും ജനങ്ങളുടെ മനസ്സിൽ അടിച്ച് കയറ്റിയിരിക്കുകയാണ് ഞാനും ഗബ്രിയും തമ്മിലുള്ള ആ ഒരു റിലേഷൻ, സ്ട്രോങ് റിലേഷൻ ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അതിന് കൃത്യമായിട്ട് ഗബ്രി എന്ന് പറയുന്നവന് ഉത്തരമുണ്ട്. അവൻ ന്യൂട്ടായിട്ട് ഇപ്പം മുങ്ങിയിരിക്കുകയാണ്. അവൻ പണ്ട് മുതലേ പറയുന്ന ഒരു കാര്യമുണ്ട്, അവന് ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ അടുത്ത് ഉണ്ടാവും, അത് അത്രയേ ഉള്ളൂ. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഒരിക്കലും അവൻ്റെ വീട്ടുകാർ തീരെ സമ്മതിക്കത്തില്ല. അതായത് ഇനിയിപ്പോൾ ജാസ്മിനെ കല്യാണം കഴിക്കണമെന്ന് ഗബ്രി പോയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം ഗബ്രിയെ അവിടെ നിന്ന് ഓടിച്ചു വിടുമായിരുന്നു അവൻ്റെ തന്ത, ഉറപ്പാണായിരുന്നു. അല്ലാതെ ഒന്നും ഈ എന്താ പറയണ്ടത് ഒരിക്കലും അയാൾ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അവിടെ കൃത്യമായിട്ട് ഇവിടെ പെട്ടുപോയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ തന്നെയാണ്. കാരണം ജാസ്മിനാണ് ഇപ്പോഴും വലിയൊരു ശിക്ഷ കിട്ടിയിരിക്കുന്നതാണ്. പണം ഉണ്ടായിട്ടൊന്നും കാര്യമില്ലല്ലോ, നമ്മളെ കയ്യിൽ ഇഷ്ടംപോലെ ഇട്ട് മൂടാൻ പണമുണ്ട്. പക്ഷേ ഇതുപോലെയുള്ള ചില ആൾക്കാർ നമ്മളെ തള്ളിപ്പറയുമ്പോഴുള്ള വേദനയുണ്ടല്ലോ, നമ്മളൊക്കെ വിചാരിക്കുന്നത് നമ്മളാണ് ഏറ്റവും, ഇപ്പൊ ജാസ്മിൻ വിചാരിക്കുന്നത് എന്താ, ഗബ്രിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഘടകം ഞാനാണ്, ഗബ്രിയുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് ഞാൻ, ഗബ്രി എൻ്റെ ഏറ്റവും വലിയൊരു ഫ്രണ്ടാണ് എന്നൊക്കെ പറയുന്ന ആ ഒരു ആള് എന്താ പറയേണ്ടത്, ജാസ്മിൻ എന്ന് പറയുന്ന ഒരാളെ അറിയില്ല. അല്ലെങ്കിൽ ഇനി ഷൈം ടോം ചാക്കോ അങ്ങനെയുള്ള ഒരു ചോദ്യം ചോദിക്കാനുള്ള കാരണം എന്താണ്, ഇതും നമുക്കറിയില്ല. കാരണം ഇനി അവരെല്ലാവരും കൂടിയിട്ട് യോജിച്ച് തീരുമാനമെടുത്തിട്ട് ഇങ്ങനെയൊരു ചോദ്യം ചോദിക്കണം. ആ ചോദ്യത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ എന്ന് പറയുന്ന വൻമരം കടപുഴകി വീഴണം എന്നുള്ളതാണോ എന്നറിയില്ല. ഏതായാലും ജാസ്മിൻ എന്ന് പറയുന്ന ആ വ്യക്തിക്ക് ഒരു വലിയ അടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അത് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജാഫർക്കക്ക് അതിലൊരു വലിയ പങ്കുണ്ട്. ജാഫർക്കക്ക് അന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു മോളെ, ജീവിതം അത് കോഴിമുട്ട പോലെയാണ്. നമ്മളെ മറവത്തൂർ ചാണ്ടി പറഞ്ഞ പോലെ പെൺകുട്ടികളുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിമുട്ട പോലെയാണ്. അത് താഴെ വീണ് പൊട്ടാതെ സൂക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഒരു ഉപദേശം കൊടുക്കാമായിരുന്നു. ഗബ്രിയെ പോലെയുള്ള ഒരുത്തനെയൊന്നും അങ്ങനെ അങ്ങ് വിശ്വസിക്കേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എനിക്ക് അന്നേ അറിയാം ഈ ഗബ്രി കല്യാണമൊന്നും കഴിക്കാൻ പോകുന്നൊന്നുമില്ല. വെറുതെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞിട്ട് കുറേ നാൾ ചുറ്റിയടിക്കും. അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വേറെ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അത് തന്നെയാണ് ഇപ്പോഴും നടന്നിരിക്കുന്നത്. അതായത് ഗബ്രി ഇപ്പോഴും യൂറോപ്യൻ ട്രിപ്പിലാണ്, നമ്മുടെ ജാസ്മിനെ കൂട്ടിയിട്ടില്ല. ജാസ്മിനെ ഇനിയും കൊണ്ടുപോകുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ജാസ്മിൻ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെയൊരു വിഷമത്തിലാണുള്ളത്. അതായത് ഗബ്രി ഇങ്ങനെ പറഞ്ഞ വിഷമത്തിൽ ചിലപ്പോഴും എന്ന് പറഞ്ഞാൽ ഡിപ്രഷൻ അടിച്ചിരിക്കുന്നുണ്ടാകും. പാവാടുന്ന് ഉള്ള കാര്യം എന്താ പറയുന്നതിന്, ആ കുട്ടിക്ക് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ടാകും. ഇനിയെല്ലാം പടച്ചോനോട് പൊറുക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ ആദ്യം കണ്ട ആ ഒരു ജാസ്മിനിലേക്ക് ഇനി ഒരുപാട് ദൂരമുണ്ട്. ആദ്യം കണ്ട, അതായത് ഈ അവരുടെ സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ പോലും നമ്മുടെ മതത്തിനത് ഇഷ്ടമല്ല, നമ്മുടെ കിതാബിൽ അത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന ജാസ്മിൻ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, എല്ലാത്തിലും ഒരു അടുക്കും ചിട്ടിയുമുള്ള, അല്ലെങ്കിൽ എൻ്റെ കുടുംബം രക്ഷപ്പെടുത്തിയ ഞാനാണ് എന്ന് പറയുന്ന ജാസ്മിന് എവിടെയാണ് പിഴച്ചത്? അത് ഗബ്രി എന്ന് പറയുന്ന ഒരുത്തൻ്റെ മുന്നിലാണ് പിഴച്ചത്. പക്ഷേ അവനെ വിശ്വസിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.